ഉറങ്ങില് ചിലപ്പോ ആ സമയത്ത് എണീക്കല ഉണ്ടാവുക. അപ്പൊ നമ്മള് കോഴിക്കോടാ ഉള്ളത്. അപ്പൊ നമ്മള് വാവേന്റെ ഫോട്ടോഷൂട്ട് ഒന്ന് എടുക്കാൻ വേണ്ടി നോക്കലാന്ന്. അപ്പൊ കുഞ്ഞി കുട്ടീന്റെ ഫോട്ടോഷൂട്ട് എടുക്കാനാണെങ്കിൽ 18-20 ദിവസത്തിനുള്ളിൽ എടുക്കണം എന്നാ പറഞ്ഞേ. അപ്പൊ ഇവനിപ്പോ 18 ദിവസമായി. അപ്പൊ അതാ ഇവരെല്ലാം വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കാത്തിക്കലാന്ന്. അപ്പൊ ഇത് എങ്ങനെ നിക്കോ എന്നാ എങ്ങനെയാന്നൊന്നും അറിയില്ല. അപ്പൊ ഞാനിവിടെ ഒരു കുഞ്ഞിന്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടിനേനു. ഇങ്ങനെ പൊതിഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട്. അപ്പൊ അന്നേരം ഇങ്ങനെ നമ്മളെ കുഞ്ഞിന്റെ ഒന്ന് എടുക്കാൻ വെച്ചിട്ട് ഋത്തിക്ക് ചെറുപ്പായിരിക്കുമ്പോ ഇതൊന്നും നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതെ, ഇപ്പൊ നമുക്ക് രണ്ടാളതും എടുക്കാം. അപ്പൊ അതാ ഫോട്ടോ എടുക്കുന്നവരാണ് ഇവര്. കണ്ണൂരിൽ തന്നെയാണ്. എന്റെ പേര് ഫെർബി. ഫൈറോസ് വാവി ഉണ്ട്. അപ്പൊ തടിയുന്നുണ്ട്. മോന്റെ പേര് കുർബാൻ. പിക്കപ്പ് എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. നിങ്ങളിത് കുറെ ഫോട്ടോസ് പരിപാടിയെല്ലാം ഞങ്ങളിപ്പോ 3 വർഷമായി. മോന്റെ ആണ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു കോൺഫിഡൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മോന്റെയും പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെയും ജനന ദിവസം ഒരേ ദിവസമാണ്, February 1. ഞങ്ങൾ ഈ ജോലി സ്റ്റാർട്ട് ചെയ്തതും പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ എടുക്കാൻ പറ്റിയതും ഒരേ ദിവസം, February 1 ആണ്. അപ്പൊ നിങ്ങൾ ഇന്നലെ എടുക്കുന്ന കണ്ടു. അപ്പൊ ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ നിങ്ങൾ ഇറക്കിയിട്ടുള്ള അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ വന്നവരെ വിളിച്ചു. അപ്പൊ തന്നെ അവര് വന്നു കണ്ണൂരിന് അടുത്തേക്ക്. നമ്മളിനിപ്പോ കണ്ണൂരേക്ക് പോകേണ്ടതാണ്. അപ്പൊ ഈ ദിവസത്തിനുള്ളിൽ എടുക്കണമെന്നുണ്ടല്ലേ? ഒരു 20 ദിവസത്തിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് നല്ല രീതിയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെ നല്ല ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടു. ഞാൻ എടുക്കുന്ന കണ്ടല്ലോ. അതെ, നല്ല ഉരുണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരിക്കും ആ ഒരു സമയമാകുമ്പോഴേ. അപ്പൊ അങ്ങനെ നമ്മൾ അവനി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ പേരായിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ ആക്കുവന്ന് ഇങ്ങനെ വിടുവോ? ഞാനിങ്ങനെ കുറെ ഓർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടു. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? കുട്ടികളെ ഭയങ്കരമായിട്ട് സഹകരിക്കും. ചില കുട്ടികൾ കുറച്ചൊക്കെ കരയും. അപ്പൊ നമ്മളിങ്ങനെ താരാട്ടി ഓർക്കും, മെല്ലെ മെല്ലെ ചെയ്യും. അപ്പൊ ഇവൻ എങ്ങനെയാന്നൊന്നും അറിയില്ല. നോക്കണം അത്ര. ഇപ്പൊ ഉറങ്ങുന്നുണ്ട്, ഒന്നും അറിയുന്നില്ല. നല്ല റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ, എപ്പോ എടുക്കുന്നെന്ന് ചോദിച്ചിട്ട്. രാത്രി എപ്പോഴും ശിവരാത്രിയാണ്. പകല് ഉറങ്ങും, ഞാനൊന്നും അറിയില്ല. ഞാൻ ഇന്നലെ അമ്മയോട് പറയുമെന്ന്, ഇനി ഉറങ്ങാൻ വിടില്ല, രാത്രി നമ്മളെ വിടുന്നില്ല, പകൽ ഉറങ്ങാൻ വിടരുത്. അമ്മേന്റെ ഒരു പറയുന്നത് കേൾക്കാം, പകല് ജനിച്ച കുട്ടികൾ രാത്രി ഉറങ്ങൂലെന്ന്. ഉള്ളത് തന്നെയാവുമ്പോ ഇത് നോക്കുമ്പോ ഉള്ളത് തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഇത് ജിപ്സം ഫ്ലവേഴ്സ് എന്ന് പറയും. നമ്മുടെ കല്യാണത്തിനൊക്കെ ഡെക്കോറിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇത് നമ്മൾ സാധാരണ തൊട്ടിനകത്ത് ഈ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് ഇനി പുറത്തേക്ക് ഇങ്ങനെ മുഖം വെച്ചിട്ടില്ല എടുക്കാനല്ലേ? നമ്മളിങ്ങനെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ടുള്ള കാണലുണ്ട്. ഇത് എടുക്കുന്നത് മിഞ്ഞാന്ന് നമ്മൾ ദൂരത്ത് പുറത്തുനിന്ന് ഉണ്ട്, ഉള്ളിൽ നിന്ന് കണ്ടില്ല. നമുക്കൊന്ന് അടുത്ത് ഇതെങ്ങനെയാണെന്ന് കാണാലോ. ഡാക്കുന്നതും കൂടി കാണാം. ഇങ്ങനെ ഇവര് സെറ്റ് ചെയ്യുന്ന കേട്ടോ. കാണാം. അപ്പൊ ഇങ്ങനെ നോക്കിക്കോട്ടാ. അതെ, ഞാനിത് ആദ്യമായിട്ടല്ലേ അവളെ വീട്ടിൽ ഇങ്ങനെ എടുക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ നോക്കല. ഇത് ഒരു കുഞ്ഞു കട്ടില് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വെട്ടി കട്ടിലല്ലേ? കിടക്കാൻ വേണ്ടിയാ? അതെ. നല്ല പണിയാട്ടാ. ഞാൻ ഇവര് കുട്ടീനെ ഉറക്കാൻ വിടുന്ന ഞാൻ കണ്ട്. ഇവൻ ഇപ്പൊ ഉറങ്ങില് ചിലപ്പോ ആ സമയത്ത് എണീക്കല ഉണ്ടാവുക. ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇവരെ? എനിക്കില്ല പണി തരാന്ന് എന്റെ വെക്കുന്ന കേട്ടാ. പണി ഞാൻ തരാ, അടുക്കെല്ലാം സെറ്റാക്കി വെക്കുന്നാന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഇലയാണ്, കളറൊക്കെ ചെയ്തിട്ട് വരുന്നതാണ്. ഇല തന്നെയല്ലേ പ്രിസർവ് ചെയ്യുന്നത്. രണ്ടു ഭാഗത്തായിട്ട് എന്തെല്ലോ സംഭവം ആക്കുന്നുണ്ട് കേട്ടാ. അല്ല, വേറെ എന്തോ ഇലയാണ്. അപ്പൊ ഈ റൂം നമ്മൾ മിഞ്ഞാന്ന് വീഡിയോ കാണിച്ചിരുന്നു. ഇതിവരെ സമേതന്റെ കേട്ടോ, സമേത ആയുർവേദിക്സിന്റെ ഇവരെ ഈ കുട്ടികളെല്ലാം വന്നിരിക്കാനും എല്ലായിട്ടുള്ള ഒരു റൂമാണ്. ഈ കുറച്ച് പാലെല്ലാം കൊടുക്കാനാണെങ്കിൽ കുഞ്ഞിനെ അവർക്ക് പൈസ കൊടുക്കാം, ഇനി അവര് നോക്കിക്കോളും.
ഞാനിങ്ങനെ ആകാശമായിട്ട് നോക്കി നിക്കലാണ്. മറ്റേ ചൈ ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ ഫോണിലെല്ലാം കണ്ടിട്ടുണ്ട് കുട്ടികളെ ഇങ്ങനെ. അന്നേരം ഞാനിങ്ങനെ ഇതിന്റെ അപ്പടോ ഇങ്ങനെ നോക്കും. അപ്പൊ ഇന്ന് എന്റെ മോനെ എന്നെ ആക്കുന്ന കാണാനല്ല നേരിട്ട്. നമുക്ക് ഇവനെയും കൂടി അങ്ങനെ ചെറുങ്ങനെ ആക്കിയാലോ? അതെ. പക്ഷെ ഇപ്പൊ ആ ഒരു കേട്ടിട്ടില്ലല്ലോ. എന്തായാലും ഫോട്ടോ എടുക്കാം നമുക്ക്. ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതെ. എത്തിക്കേ എന്തായാലും ബക്കറ്റിലിരിക്കുന്ന ബക്കറ്റിലിരിക്കുന്ന കുഞ്ഞു കിടക്ക കട്ടില് തലകാണി അതെത്തിക്കേ അത് വാവക്ക് വെച്ച് എന്റെ സൈഡിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടില്ലേ? കുഞ്ഞു ഡോൾ. കുഞ്ഞു കിടക്ക. നമ്മളിപ്പം വേറൊരു പോസ് ചെയ്യാണ്. നേരത്തെ ചെയ്ത പോസ് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റി. അടുത്ത പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതുവരെ സഹകരിക്കുന്നുണ്ട്. സമയത്ത് വേഗം എടുത്തോ. ഈ മുഖം പോലെ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ മുഖം പോലെ ഉണ്ടാവുമ്പോ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളെ ഈ ലൈറ്റ് കാര്യങ്ങളങ്ങനെ ചൂടും കാര്യമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മളെ ലൈറ്റില്ലേ റൂമിൽ അത്രയോ ആ ലൈറ്റേ ഉള്ളൂ. അങ്ങനത്തെ ഇതൊന്നുമില്ല. ദൂരത്ത് വെച്ചിട്ട് അവർ എടുക്കുന്നേ സൂം ചെയ്തിട്ട്. ചൂടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പൊതിയുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരു കൈകാലെല്ലാം ഇങ്ങനെ മടക്കി എത്ര സമയം നിൽക്കാന്ന് വിചാരിക്കും. പക്ഷെ അവർക്ക് ഇതാണ് നല്ല ചൂടോടെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സുഖം. എത്ര ഡിഗ്രി ഇല്ലേ ഇതിന്? എത്ര ഒരു 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കുട്ടികൾക്ക് ഭയങ്കര സുഖമാണ്. അവർക്ക് ന്യൂ ബോൺസിന് 3 മാസം വരെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് അവർക്ക് ഭയങ്കര സുഖമായിട്ട് ഉറങ്ങും. ഇങ്ങനെ പൊതിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഞാൻ ഗ്യാരണ്ടി തരും കുട്ടികൾ ഉറങ്ങിത്തരും. ഇതുപോലെ ചൂടോടിയല്ലേ വയറ്റിനുള്ളിൽ നമ്മുടെ അമ്മേനെ വയറ്റിനുള്ളിൽ കിടക്കുന്ന ഒരു സുഖം കിട്ടും. നല്ല അത് സാധാരണ നമ്മൾ കുട്ടികളെ ഉറക്കുമ്പോഴും നല്ല ചൂടോടി ഇതുപോലെ പൊതിഞ്ഞ് ഉറക്കിയാൽ കുറേ സമയം അവർ ഉറങ്ങുന്നതല്ല. അത്ര സമയമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് സംഭവമായി. അതിപ്പോ 3ാമത്തെ ഫോട്ടോ അല്ലേ? അല്ല കുട്ടീനെ നമ്മള് ചിലപ്പോ വിചാരിക്കും വീഡിയോയിൽ എടുക്കുന്നതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കണ്ടേ കുട്ടിക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടാവില്ലേ മാറിയിട്ട് നല്ല. പക്ഷെ അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തൊട്ട് തന്നെ ഇതായി. അവരാ ഒരു ചൂട് അനക്കൊന്നും ഇത് അയക്കണ്ടത് അങ്ങനെ വെക്കുവാണ്ടേ തോന്നുന്നു അല്ലേ? കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കണം. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ചൂട് നമ്മളെ പോലെ തന്നെ ആകാൻ തുടങ്ങും അല്ലേ? പിന്നെ ഇങ്ങനെ പൊതിഞ്ഞാല് കുട്ടിയൊക്കെ എന്തോ അലോസരൊക്കെ ഉണ്ടായിരിക്കും. അത് ഇങ്ങനെയാണ് ഫോട്ടോയിലെല്ലാം കാണുന്നത്. നല്ല സുഖം തന്നെ ഉള്ള കൊടുക്കും ഉറങ്ങുന്നൊക്കെ. ഇങ്ങനെ പൊത്തി കൊടുക്കണല്ലേ? നല്ല ചൂടോടി നല്ല സുഖമുണ്ട് ഇവർക്ക് ഉറങ്ങായിട്ട്. നമ്മള് ഇതിൽ കാണുമ്പോ അയ്യോ എന്ന് വിചാരിക്കൂലേ? പക്ഷെ ഇത് നല്ല സുഖമുണ്ട് കേട്ടോ അവർക്ക്. അങ്ങനെ ഒരു പൊത്തലാണല്ലേ? നല്ല സോഫ്റ്റ് തുണിയാണ് അവര്. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ തുണി. ഇപ്പൊ ഫോട്ടോ എല്ലാം എടുത്തു. അവര് പൊതിഞ്ഞ സമയത്ത് നല്ല ഉറക്കേനെ. അത് പൊന്നി എടുത്ത പാട് ഇതാ എണീറ്റിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അടിപൊളി. അപ്പൊ അവര് പോവാൻ കഴിഞ്ഞു. അപ്പൊ നല്ല കണ്ണൂരിശാണ്. ഒത്തിരി സന്തോഷം. കണ്ണൂരാണ്, ഞങ്ങള് കണ്ണൂരാണ്. കുഞ്ഞു നല്ല രീതിയിൽ സഹകരിച്ചു. നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി സഹകരിച്ചു. എളുപ്പം തീർന്നു. അതുകൊണ്ട് അപ്പൊ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞാല് പിക്കബു PICOBWO. അതിന്റെ അകത്ത് കയറിയാല് ഇവരെ ഫോട്ടോസ് എല്ലാം കാണാട്ടാ. അപ്പൊ ആരെങ്കിലും ഇതുപോലത്തെ ഫോട്ടോഷൂട്ട് നിങ്ങൾ ഇതന്നെ ചെയ്യലേ പറയണെങ്കിലും ചെയ്യുന്നത്? ന്യൂ ബോൺസ് ഉണ്ട്, പിന്നെ പ്രീ ബർത്ത്ഡേ ഷൂട്ട്, ഹാഫ് ബർത്ത്ഡേ ഷൂട്ട്, അങ്ങനെയൊക്കെയാണ്. ബർത്ത്ഡേ ഷൂട്ട് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടുകളല്ലേ? എനിക്ക് കുട്ടികളെ ഭയങ്കര കാര്യമാണ്. പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഷൂട്ടാണ് കൂടുതലും
പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിലെത്തിയത്. അപ്പൊ എന്തെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ ബർത്ത്ഡേ ഷൂട്ട്സ് ഉണ്ട്, ന്യൂ ബോൺ ഷൂട്ട്, പിന്നെ 6 months ഉള്ള ഹാഫ് ബർത്ത്ഡേ ഷൂട്ട്സ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനെയുള്ള ആർക്കും ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇവരെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പൊ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ ഇവരെ ഫോട്ടോസും കാര്യങ്ങളല്ലേ നിങ്ങളെടുത്ത കാര്യങ്ങളെല്ലാം കാണാം. പിക്കപ്പ് PICOBW. ഓക്കെ, കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി, ബൈ. കണ്ണൂർ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളടുത്ത് ഒരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു. അതിലെടുത്തിട്ട് അന്നേരം അങ്ങനെയല്ലേ ഉള്ളൂ ഫോട്ടോ. അന്നേരം ഋത്തിക്കിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഒന്നുമില്ല, എവിടെ കിട്ടാനില്ല. കുറച്ച് ഫോട്ടോ നമ്മൾ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് ഞാൻ ഉണ്ട് കേട്ടോ, ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ ഞാൻ. അതെ, നടക്കാനാകുമ്പോൾ എടുത്ത ഫോട്ടോ. നടക്കാനല്ല, ചെറുത് നീ എടുത്തിങ്ങനെ കൊഞ്ചിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷെ എനിക്ക് ബാക്കി ഫോട്ടോ ഒന്നും എടുക്കാനും പറ്റിയില്ല, ഇതുപോലെ ക്യാമറ വെച്ചൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഇപ്പോൾ ഇനി വലുതായി കഴിഞ്ഞാലല്ലേ കുട്ടികൾ ഇത് നമ്മൾ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് കാണിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇവന്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് നമുക്ക്. അപ്പോൾ ചെറുപ്പത്തിലെ ആ ഫോട്ടോയെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതിൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അന്നേരം നമുക്കത് സൂക്ഷിച്ചു വെക്കാനും പറ്റിയില്ല. കുറച്ച് 2-3 ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതെല്ലാം അങ്ങനെയുണ്ട്. അന്നേരം അങ്ങനെ ഫേസ്ബുക്കൊന്നും നമുക്ക് അങ്ങനെ അധികം ഇതില്ല. നമ്മൾ ചെങ്ങായികളും മറ്റങ്ങനെ ഇട്ട സമയത്താണ്. അപ്പോൾ വേറെ ഫോട്ടോ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇത് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചല്ല, ഇവിടെ ഇവർ വന്നപ്പോൾ ഇവരിവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. നമ്മളെന്നിട്ട് ഇങ്ങനെ നോക്കി പോയിട്ട് ഇങ്ങനെ അവർ കുറെ ഫോട്ടോ എല്ലാം ഇന്ന് അവരെ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തന്നു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് പറയും ഫോട്ടോ ഇവരിങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ എടുക്കുന്നതും കണ്ടു. നല്ല അവർ കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിച്ച് നല്ല ഒരു ബുദ്ധിമുട്ടും ആക്കാണ്ട് കുട്ടിക്ക് അങ്ങനെ ചൂടുള്ള ലൈറ്റും കാര്യമൊന്നുമില്ല, നല്ല സുഖമായിട്ട് അവരെല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മൾ അവരെയും കൂടി വിളിച്ചു തന്നു. അവരെ തന്നെ വിളിച്ചു. അവർ വന്നിട്ട് പോയി വളരെ പെട്ടെന്ന് തന്നെ അവർ പെട്ടെന്ന് ചെയ്തിട്ട് എടുത്തു പോയിട്ടാ. കുട്ടിക്ക് ഒരു അവസരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉറങ്ങുന്ന കുട്ടി അങ്ങനെ തന്നെ ഉണ്ട്. ചിലപ്പോൾ വിചാരിക്കും നമ്മളും വിചാരിച്ചു ഇങ്ങനെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവില്ല, പക്ഷെ അങ്ങനെയൊന്നുമില്ല. അവർ വേഗം എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഓർമ്മക്കായിട്ട് നമ്മൾ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഋത്തിക്കിന്റെ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അവരങ്ങനെ കഴിഞ്ഞിട്ട് പോയി കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് കുറച്ച് ഒരു 3-4 എടുത്തിട്ടുണ്ട്, എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോയെല്ലാം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഫോട്ടോയെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനിയിപ്പോൾ കവിന്റെ കുളിക്കാൻ പോക്ക്, തേക്ക്, കുളിപ്പിക്കല് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ ചായ വരെ കുടിച്ചിട്ടില്ല. നമ്മള് രാവിലെ തന്നെ വന്ന് അത് നന്നായി. എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞല്ലോ പോയല്ല. അവർക്ക് ബുദ്ധിമുട്ടില്ല, നമുക്കും ഇല്ല, പെട്ടെന്ന് സംഭവമായി. ഇതൊക്കെ എന്താ പറയാനല്ലേ ഫോട്ടോഷൂട്ടിനെ പറ്റിയിട്ട്? അടിപൊളി. എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടെങ്കിൽ അത് കാണിക്കാട്ടാ. അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു.